എം.എ. ഷഹനാസ് ഫേക്ക് IAS-കാരി. ഈ IAS-കാരി എത്ര ജനങ്ങൾ വെറുക്കുന്നുണ്ടെന്നറിയാൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. കേരളത്തിലെ എത്ര ആളുകൾ ഇവരെ വെറുക്കുന്നുണ്ടെന്ന് ഈ ലൈക്കിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ എം.എ. ഷഹനാസിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇപ്പം എം.എ. ഷഹനാസ് വെളുപ്പിക്കാനെ കൊണ്ട് ഒരുപാട് ചാനലുകളിൽ ചെന്നിരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര പൊട്ടിവാരി മുഖത്തോട്ടടിച്ചാലും വെളുക്കാൻ പോകുന്നില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീ ആണെന്നൊരു പരിഗണന പോലും ജനങ്ങൾ നിങ്ങൾക്ക് തരാത്തതിൻ്റെ കാര്യം എന്തെന്നറിയോ? നിങ്ങൾ ഭൂലോക ഉടായിപ്പാണ്, നിങ്ങൾ വേൾഡ് ഫ്രോഡാണെന്ന് അറിഞ്ഞ് ഇത് തെളിവ് സഹിതം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളൊരു സ്ത്രീയാണെന്നൊരു പരിഗണന പോലും ഇപ്പം കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് തരാത്തത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയാണെന്ന് കരുതിയിട്ട് എന്തും എവിടെയും ചെന്ന് ആർക്കെതിരെയും വിളിച്ചു പറയാം, ആരെയും അധിക്ഷേപിക്കാം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്തയാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്. ഇപ്പം റീസെൻ്റായിട്ട് ഒരുപാട് ചാനലുകളിൽ ചെന്നിരുന്നിട്ട് വെളുപ്പിക്കാനെ കൊണ്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് വിട്ട് വെളുപ്പിക്കാനെ കൊണ്ട് പല പരിപാടികളും നടക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ റീസെൻ്റായിട്ട് എം.എ. ഷഹനാസ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിന്റെ കോർ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മാനേജ് ചെയ്യുന്നത്, ഇത്രയും ഒരു സൈബർ അറ്റാക്കിനെ? സത്യം പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക് ഞാൻ വളരെ രസകരമായിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. കാരണം പലതരത്തിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനും പലതരത്തിൽ അത് വീഡിയോസ് ആക്കാനും ഒക്കെയുള്ള വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ഇടങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോസ് തന്നെ എഡിറ്റ് ചെയ്തിട്ടും പല രീതിയിലാക്കിയിട്ടും ആഘോഷിക്കുന്ന ഒരു സൈബർ ഇടത്തെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ട് തന്നെ ഞാൻ അതിനെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എന്താണോ പറഞ്ഞത്, നമ്മൾ എന്തിനെയാണോ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചത്, നമ്മൾ ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചത്, അതൊക്കെ റദ്ദാക്കുന്ന രീതിയിൽ അത് ഞാനെന്ന വ്യക്തിയിലേക്ക് ഒരു സൈബർ ടീം, ഒരു സൈബർ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവ് കാണുമ്പോഴുള്ള ഒരു നിരാശയുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം എന്തോന്ന് സൈബർ അറ്റാക്കാണ് നിങ്ങൾക്കെതിരെ ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? ഇവിടെ ആരും ചെയ്യുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരെ അഭിപ്രായങ്ങളും അവരുടെ ഇമോഷൻസും നിങ്ങളോടുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ, അതാണ് ജനങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്. നിങ്ങളെ വീഡിയോ എവിടെയുണ്ട്, നിങ്ങളെ ഫോട്ടോസ് എവിടെയുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും അവിടെ ജനങ്ങളുടെ രോഷമാണ് അവിടെ അടയാളപ്പെടുത്തുന്നത് അവർ കമൻ്റായിട്ട്. അല്ലാതെ ഒരാളും നിങ്ങളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നില്ല. ആരും നിങ്ങളെ സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ വർക്കും കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ത് സൈബർ അറ്റാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്കെതിരെ ആൾക്കാർ ചെയ്യുന്നത് അത് നിങ്ങൾ പറഞ്ഞു തന്നാട്ടെ. ഇവിടെ ഒരാളെ കരിവാരിത്തേക്കാനെ കൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തും പറയാമെന്നുള്ളൊരു ഇതുണ്ടല്ലോ, എന്തും പറയാം. നിങ്ങൾക്കൊരു സ്ത്രീ ആയതുകൊണ്ട് എന്ത് അധിക്ഷേപവും നടത്തിക്കളയാം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. നിങ്ങളെ ആ വ്യക്തി ആ 24 ന്യൂസിനകത്ത് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഒരു വാക്കുപോലും നിങ്ങൾ മോശമായിട്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നില്ല, നിങ്ങളെപ്പറ്റി പറയുന്നുമില്ല. നിങ്ങളിതൊക്കെ കേട്ടപാടെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ നിങ്ങളെ കള്ളം വെളിച്ചത്ത് വരും എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിറ്റേന്ന് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്ത് നിങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ നിങ്ങൾ എന്തൊക്കെയാണ് പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞ് കോഴിക്കാട്ടം, ഒരു സ്ത്രീ പീഡകൻ എന്നൊക്കെ വിളിച്ച് പല ഭാഷകളിൽ വിളിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അപമാനിച്ചു. അവസാനം എന്തായി? 8ൻ്റെ പണി കിട്ടുകയും ചെയ്തു. 10 കോടി രൂപയുടെ പരാതി കൊടുത്തിട്ട് പോലും, നോട്ടീസ് വന്നിട്ട് പോലും നിങ്ങൾ അഹങ്കാരം തീർന്നില്ല. FB-ൽ പോയി കുമ്പള പൊട്ടിച്ച് കളിക്കുന്നു. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വീണ്ടും ആ ഒരു നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളെ പല പോസ്റ്റുകളും ഞങ്ങളെപ്പോലുള്ള ആളുകൾ കാണാൻ ഇടയായിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളെ അഹങ്കാരം നിങ്ങൾ ഇച്ചിരി കുറയ്ക്കുക. ഇനി കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ സർവമാന കാര്യങ്ങളും ഇപ്പം വെളിയിലോട്ട് വന്ന് കിടക്കുവാണ്. കണ്ടില്ലേ, ഒരു എഴുത്തുകാരനെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കി പോക്കറ്റിൽ വെച്ച് തിന്നിട്ട് ആ മനുഷ്യൻ്റെ പുസ്തകവും മേടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങാരെയും പറഞ്ഞു പറ്റിച്ച് അങ്ങാർക്ക് 1 രൂപ പോലും കൊടുക്കാതെ ലാസ്റ്റ് അത് ചോദിച്ച സമയത്ത് അങ്ങാരെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങാരെയും കൂടെ അപമാനിച്ച് അങ്ങാരെയും കുടുംബം തകർത്ത നിങ്ങൾക്കെതിരെ ഇപ്പം കോടതി വരെ അറസ്റ്റ് വാറണ്ട്, ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെതിരെ ഉയർന്നേക്കുന്ന ചോദ്യം ഉണ്ടല്ലോ സമൂഹത്തിൽ, ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ട് വേണം ഇതുപോലെ വന്നിരുന്നിട്ട് വീണ്ടും
സംസാരിക്കാൻ, വേറൊരാളെ ആക്ഷേപിച്ച് സംസാരിക്കാൻ. അതാദ്യം ചെയ്യുക. നിങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് നിങ്ങളാദ്യം മറുപടി പറയുക. അതെന്തേ മറുപടി പറയാത്തത്? ആദ്യം ആ ആരോപണങ്ങളുടെ മറുപടി നിങ്ങൾ പറയുക. അതൊക്കെ ജനങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് IAS എടുത്തത്? നിങ്ങളെ കുഞ്ഞന്തി, അതുപോലെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ MK മുനീറിൻ്റെ ഒലിവ് പബ്ലിക്കേഷനിൽ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു ജോലിക്കാരിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങൾ സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വെളിയിലോട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെ ഇപ്പം പബ്ലിക്കിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ഇതൊക്കെ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ അതിനെ പറ്റിയിട്ടൊന്നും 2 വാക്ക് നിങ്ങൾ സംസാരിക്കുന്നില്ല? ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ട് നോക്കാം. രാശിയുണ്ട്. കാരണം കാലാകാലങ്ങളായിട്ട് നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വനിതയുണ്ട്, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ശക്തയായ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെയൊക്കെ പാരമ്പര്യം പറ്റി ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പരാതിപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിന്ന് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് സ്ത്രീകളെ ഇങ്ങനെ അവരുടെ വ്യക്തിപരമായ രീതിയിൽ അവരെ അപമാനിച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുമെന്നുള്ള ഒരു തോന്നലിൽ ഒരു സൈബർ ടീം പ്രവർത്തിക്കുക എന്ന് പറയുകയും അത് അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഒരു അടിച്ചമർത്തലുകൾ നടത്താമെന്നുള്ള ഒരു തോന്നലുകളെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന കാഴ്ചകൾ കാണുന്നതിന്റെ ഒരു രസം ആണ് എനിക്കിതിനെ അനുഭവപ്പെടുന്നത്. കാരണം എനിക്കിതിലൊന്നും നഷ്ടപ്പെടാനില്ല. എന്നെ എന്തെങ്കിലും രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് മാനസികമായി പോലും ഞാൻ ഇതിലൊന്നും തകർന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇവിടെ ഉള്ള ഞാനൊരു ഇവിടെ അടുക്കളയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല. അതെല്ലാവർക്കും ഇപ്പം മനസ്സിലായ കാര്യമാണ്. ശകലം പോലും ഒരു ഉളുപ്പും ഒരു മാനവും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. കാരണം നിങ്ങൾ ചെയ്തേക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതിപ്പം ഇത് കേട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഉടായിപ്പിനെയാണ് ഈ ഒരു പ്രസ്ഥാനം താങ്ങി പിടിച്ചുകൊണ്ട് ഇപ്പോഴും പോകുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക്, ഈ ഒരു ഉടായിപ്പിനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇപ്പോഴും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിനോടുള്ളൊരു ഇതും കൂടെ പോയി, ഒരു കാര്യം കൂടെ നഷ്ടപ്പെട്ടു. പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെയൊക്കെ ഇതുപോലുള്ള ഫ്രോഡുകളെയൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ ആരെയും പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കര സൈബർ ഇടങ്ങൾ പ്രവർത്തിക്കുവാണ്. നിങ്ങൾക്കെതിരെ അങ്ങോട്ട് കമൻറ്റുകൾ തുരുത്തി വിടാനും നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് വല്ല കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പോസ്റ്റ് ചെയ്യാനും വലിയ സൈബർ ഇടങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുള്ളത്. ഇതൊന്നും സൈബർ ഇടങ്ങളല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ തെറിവിളിക്കാനെ കൊണ്ട് മാത്രം നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളെ ഈ ചേഷ്ടകളും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളോടുള്ള അമർഷം കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് പ്രതികരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഒന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു സൈബർ കിളികളുമല്ല, ആരും PR വർക്കും കൊടുത്തിട്ടുമല്ല നിങ്ങൾക്കെതിരെ കമൻ്റ് ഇടുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അമർഷമാണ്, നിങ്ങളോടുള്ള വെറുപ്പാണ് അവർ കമൻ്റ് രൂപത്തിൽ ഇടുന്നത്. അതാദ്യം മനസ്സിലാക്കുക. റിയാലിറ്റി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞല്ലോ, ഫോട്ടോ വെച്ചിട്ട് കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളൊരാൾ കാരണം. നിങ്ങളെപ്പോലെ ഇപ്പം ഈ ഷഹനാസിനെ പോലെയുള്ള വ്യക്തി കാരണം, ഈ നിന്നെപ്പോലെയുള്ള വ്യക്തികൾ, ഇപ്പോൾ റിനി ആയിക്കോട്ടെ, ഷഹനാസ് ആയിക്കോട്ടെ, നിങ്ങളൊക്കെ കാരണം രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം പുള്ളി വേദനിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ഫാമിലി വേദനിച്ചിട്ടുണ്ട്, പുള്ളിയുടെ അമ്മ വേദനിച്ചിട്ടുണ്ട്. കാരണം ഈ പത്രസമ്മേളനം നടത്തിയിട്ട് വരുന്ന ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, കോഴിക്കാട്ടമെന്ന്. അപ്പോൾ അതിനൊക്കെ ശേഷം പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് ആരൊക്കെ സൈബർ ഇടങ്ങളിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ കാരണം വേറൊരു വ്യക്തിക്കുണ്ടാകുന്ന അപമാനത്തെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട അല്ലേ? അപ്പം അത് തിരിഞ്ഞങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഓർത്തപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ അങ്ങ് സഹിച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം വരുത്തി വെച്ചത് വേറെ ആരോ കൊടുക്കുന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് 24-ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതാണ് ഷഹനാസിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഷഹനാസ് എന്ന്. ആ പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിലാക്കിയെടുത്തത്, ഇത്രയും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും അപമാനിച്ചത്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോഴും താങ്ങി നിർത്തിക്കൊണ്ട് പോകുന്നതാണ്. എടുത്ത് അപ്പോഴേ കളയണം, അതാണ് വേണ്ടുന്നത്. എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം.
എന്നെ എന്തെങ്കിലും രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്തിട്ട് മാനസികമായി പോലും ഞാൻ ഇതിലൊന്നും തകർന്ന ഒരു വ്യക്തിയല്ല. കാരണം ഇവിടെ ഉള്ള ഞാനൊരു ഇവിടെ അടുക്കളയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല, ഞാൻ അരങ്ങത്തുള്ള ഒരു സ്ത്രീയാണ്. നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ ഒരുപാട് വ്യക്തികൾ പ്രയത്നിച്ച, ഒരുപാട് സ്ത്രീകൾ പ്രയത്നിച്ച പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നതും ഇവിടെ സംസാരിക്കുന്ന നിങ്ങൾ എന്ന സ്ത്രീ ഇരിക്കുന്നതും എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും ഒരു സ്ത്രീ ആയതുകൊണ്ട് നീ പ്രതികരിക്കാൻ പാടില്ല, നിനക്ക് ഇന്നതൊക്കെ ഇല്ലേ, നീ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ബുള്ളിങ് ചെയ്യുന്നു. നമ്മൾ എന്താണോ അഡ്രസ് ചെയ്യുന്നത് അതിനെ റദ്ദാക്കാൻ ശ്രമിക്കുന്ന ഒരു സൈബർ ടീമിനെ ഞാൻ ഒരിക്കലും അതിനെ പേടിക്കുന്നില്ല. ഒരിക്കലും ഞാൻ അതിനെ പേടിച്ചുകൊണ്ട് എന്റെ ശബ്ദങ്ങൾ നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ഇവരുടെ എല്ലാ ബുള്ളിങ്ങും ഏറ്റവും മനോഹരമായി ആസ്വദിക്കുന്നു. അത് ഏറ്റവും രസകരമായിട്ട് അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇതിൽ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം. നേരത്തെ ഇവർ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞല്ലോ. ആ ഇന്ദിരാഗാന്ധിയുടെ പേര് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇന്ദിരാഗാന്ധിക്ക് 2 ID കാർഡ് ഉണ്ടായിരുന്നോ? ഇന്ദിരാഗാന്ധി IAS എടുത്തെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നിങ്ങളെപ്പോലെ നടന്നായിരുന്നോ? എഴുത്തുകാരനെ പറ്റിച്ചിട്ട് ആ എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ലാഭവിലയ്ക്ക് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ എഴുത്തുകാരനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ച രീതികളിലൊക്കെ ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലാണ് ആ ഇന്ദിരാഗാന്ധിയുമായിട്ട് നിങ്ങൾ ഈ ഷാനാസ് കമ്പയർ ചെയ്യുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിൻ്റെ 7 അയലത്തോലും എത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഘോരമായിട്ട് പറയുന്നല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും, സ്ത്രീകൾക്കുണ്ടാവുന്ന വിഷമങ്ങളുടെ കൂടെ ഞാൻ കൂട്ടുനിൽക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ സ്ത്രീകൾ വരെയുള്ള, ഇപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഒരു വീട്ടമ്മയ്ക്ക് മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയുണ്ടായി, അതിൽ മനംനൊന്ത് അവർ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട് നിങ്ങൾ അവനിക്കെതിരെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട്? ഇത് കണ്ടില്ലല്ലോ, നമ്മളാരും കണ്ടില്ല. എന്തുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കാണിച്ച ആ തെമ്മാടിത്തരത്തിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തുന്നില്ല? ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പ് മമ്പാട് നിങ്ങളെയൊക്കെ ഏകദേശം അയൽക്കാരാണല്ലോ, വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഫിലിപ്പ് മമ്പാട് ഒരു 16 വയസ്സുള്ളൊരു കുട്ടിയെ പീഡിപ്പിച്ച്, മോട്ടിവേഷൻ്റെ പിറവിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് പോലും അതിനെതിരെ നിങ്ങളെ ആരെയും ശബ്ദങ്ങൾ കണ്ടില്ലല്ലോ. വയനാട്ടിൽ 16 വയസ്സുകാരിയായിട്ടുള്ളൊരു കുഞ്ഞിനെ, ഒരു കുട്ടിയെ, +1 പഠിക്കുന്ന ഈ ഫിലിപ്പ് മമ്പാട് പീഡിപ്പിച്ച് അതേ പ്രായമുള്ള ഒരു കുട്ടി സ്വന്തം ബന്ധുവും അയൽക്കാരനും കൂടെ ചേർന്നിട്ട് പീഡിപ്പിച്ച് അത് പുറത്തറിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി മനംനൊന്ത് ജീവനൊടുക്ക് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്തു. അതിനെതിരെ എന്തുകൊണ്ട് നിങ്ങളെ ശബ്ദങ്ങളൊന്നും ഇവിടെ ഉയർന്നു വരുന്നത് ആരും നമ്മൾ കാണുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു കള്ളക്കേസിനകത്ത് മാത്രമേ നിങ്ങൾ അവിടെ എവിടെയും നിങ്ങളെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വാർത്താ മാധ്യമങ്ങളെ വിളിച്ചിട്ട് പ്രസ് മീറ്റ് നടത്തുന്നതൊക്കെ അതൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. സ്ത്രീകൾക്കെതിരെ റീസെൻ്റായിട്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മളെ കേരളത്തിലുണ്ടായിട്ട് പോലും അതിനകത്ത് ഒരു വിഷയത്തിൽ പോലും നിങ്ങൾ ആരും ശബ്ദമുയർത്തുന്നതെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ കുഞ്ഞാടുകളെ. നിങ്ങളെയൊക്കെ നിലപാടുകളുണ്ടല്ലോ, നിലപാടുകളെ സമ്മതിക്കണം. എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു വരുമ്പോൾ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്ത് അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.